എഫക്റ്റഡ് ആയിരുന്നുള്ളത് എനിക്ക് വളരെ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാകില്ലായിരുന്നു. എന്നാൽ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാവരുടെയും ഹൃദയത്തിൽ വളരെയധികം ആക്സിഡൻറ്റ് ഉണ്ടായതിൻ്റെ ട്രോമ എഫക്റ്റ് അതാണ് കണ്ടു. മാത്രമല്ല അവരെല്ലാവരും അവർ തന്നെ ഒരു വേറെ സ്ഥലത്ത് ചെന്ന് ഇങ്ങനത്തെ ഒരു കഷ്ടതയിൽ പെട്ടല്ലോ എന്നുള്ള ചിന്തയും എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് എങ്ങനെയെങ്കിലും വേഗം ബോംബെക്ക് കൊണ്ടുവന്ന് അവർക്കും റിലീഫ് ആകണം, ജോയിച്ചേട്ടനും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം, നല്ല ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഞങ്ങളെല്ലാ സജ്ജീകരണവും ചെയ്തു. അവിടെ നിന്ന് നാഗ്പൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എയർലൈൻസിൻ്റെ പെർമിഷൻ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവർ ശനിയാഴ്ച രാവിലെ കൊണ്ടുവരുന്നതിന് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് അവർ അതിനുള്ള ക്ലിയറൻസ് തന്നത്. അവർ പല കണ്ടീഷൻസ് വെച്ചിരുന്നു. ബോംബെയിൽ നിന്ന് ഞാനൊരു ഡോക്ടറെ നാഗ്പൂരിന് അയച്ചു, ഫ്ലൈറ്റിൽ കൂടെ വരാനായിട്ട്. ഏറ്റവും അധികം ഞങ്ങൾക്കുണ്ടായിരുന്ന ആങ്സൈറ്റി ഈ ജോയിച്ചേട്ടന് ആക്സിഡൻ്റ് ആയതിൻ്റെ റിബ്സ് ഫ്രാക്ചറിനേക്കാൾ കൂടുതൽ ജോയിച്ചേട്ടൻ്റെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കണ്ടീഷനായിരുന്നു കൂടുതൽ വറി ആയിട്ടുണ്ടായിരുന്ന കാര്യം. വി ആർ മോർ ആങ്ഷ്യസ് അബൌട്ട് ദാറ്റ്. അതിന് പിന്നെ ഒന്നും ചെയ്യാനൊക്കെ ഇല്ല. വൺസ് യു അപ്പ് ഇൻ ദ എയർ യു ജസ്റ്റ് കോണ്ട് ഡു എനിത്തിങ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന് പിന്നെ സ്പെഷ്യലായിട്ട് ഒരു 3 സിലിണ്ടർ സ്പെഷ്യൽ എയർലൈൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ശനിയാഴ്ച രാവിലെ നാഗ്പൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ ബോംബെയിൽ വന്ന് ഇറങ്ങി. അവിടെ പല കാര്യങ്ങളും ആംബുലൻസ് അറേഞ്ച്മെൻറ്റ്സിലെല്ലാം ഒരു എബി ജോർജ് ജെറ്റ് എയർവേസിൽ ഒരു പൈലറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെയധികം സഹായം നമുക്ക് ലഭിച്ചു. അങ്ങനെ ബോംബെയിൽ വന്ന് ഇറങ്ങി വേറെ കാർഡിയാക് ആംബുലൻസിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അത് ഏകദേശം ഒരു 45-50 മിനിറ്റ് ദൂരമുള്ള യാത്രയായിരുന്നു. ബോംബെയിൽ നിന്ന് യാത്ര തുടങ്ങിയ സമയം മുതൽ വേർക്കുവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അത് ജോയിച്ചേട്ടൻ വിചാരിച്ചു ഹൈപ്പോഗ്ലൈസീമിയയുടെ പ്രശ്നമാണ്, ഡയബറ്റിക്കാർക്ക് എപ്പോഴുള്ള പ്രശ്നമാണല്ലോ അത്. അവിടെ ഞങ്ങൾ ധാരാളം ഷുഗറെല്ലാം കൊടുത്തു. ഡോക്ടർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് ഒരു 15-10 മിനിറ്റും ദൂരെ ഇപ്പോഴത്തേക്ക് ജോയിച്ചേട്ടൻ വളരെ